നമ്മളിവിടെ രാഷ്ട്രത്തിനു വേണ്ടി പ്രശസ്ത സേവനം നയിച്ച 3 സൈനികരെ അവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. 2 പേർ ജെസിയോസ്, ഒരാൾ ഹവൽദാർ. ഈ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ എയർ മാർഷലിനെയും വൈസ് അഡ്മിറലിനെയും നായിക്കിനെയും ഹവൽദാറിനെയും സിപ്പായിയെയും ആദരിച്ചിട്ടുണ്ട്. പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന, എന്നും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും അത് തന്നെയാണ്. എല്ലാവരുടെയും പുരോഗതി, എല്ലാവരുടെയും ഉന്നമനം, എല്ലാവരെയും നല്ല ലക്ഷ്യത്തിൽ കൂടെ മുന്നോട്ടേക്ക് നയിക്കുക. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനായ ഹവിൽദാർ സാജൻ സാറിനെ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ശ്രീ ജസ്വിൻ സാറാണ്. ഈ ചടങ്ങ് സുബ്രഹ്മണ്യൻ സാറിനെയും പൈതൃകത്തിന്റെ ഉപഹാരം നൽകുന്നതിനായി പൈതൃകത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാലൻ അവരുടെയും ഏറെ സ്നേഹത്തോടെ ഇപ്പോ ജപ്സിന്റെ മിസ്സിസ് രാമജനമിഷി മക്കളെ ഇരിക്കുന്നില്ലേ? ആസംപ്രായ സുഖയുടെ സ്ഥലമൊന്നുമല്ല. നമ്മളുടെ ഗുരുഹരിപ്പിണി കണ്ട് വിശപ്പിൽ നിന്നിട്ട് ഗുരുഹരിപ്പിണി കണ്ടിട്ട് നിൽക്കുന്ന പണിയല്ല അവിടെ. ജപ്സി എനിക്ക് തോന്നുന്നു ഇപ്പൊ കല്യാണത്തിന് മധുവിധ എനിക്ക് തോന്നുന്നു NCC മധുവിധ ആഘോഷമാണ് വീട്ടുകാരെ സംബന്ധിച്ച്. 3 കൊല്ലം ഏറ്റവും സുന്ദരമായിട്ട് ഹോളിഡേ ആണ്. മനസ്സിലായോ? അത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ഇരിക്കുന്ന പട്ടാളക്കാർക്ക് എന്ത് മേന്മയാണ്, എന്ത് സംവിധാനമാണ് നമ്മുടെ നാട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കേരളം. SSLCക്ക് A+ കിട്ടി എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു വിജയം. ഞാൻ കളിയാക്കി പറയുക. ലോകം വഴി നീള ഫ്ലക്സുകളാണ്. ഒരു പട്ടാളക്കാരൻ 30-32 വർഷക്കാലം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ പഞ്ചാബ് ഏരിയയിലൊക്കെ പോകണം. അവിടുത്തെ ആ സ്വീകരണം കാണുമ്പോൾ എന്റെ ഓഫീസിലെ പട്ടാളക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ നൽകുന്ന സ്വീകരണത്തിലൊക്കെ വീഡിയോസ് കാണുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അവിടെ കൊനിച്ചിട്ടുള്ളേ വെറുതെ വന്ന് കയറി അവിടെ ഇരുന്നു. മനസ്സിലായി? ചേട്ടൻ ലഫ്റ്റനന്റായിട്ട് റിട്ടയർ ചെയ്ത വെറുതെ വന്നിരുന്നു. ഈ ഒരു ശീലമാണ് പൈതൃകം തുടക്കം വെച്ചിട്ടുള്ളത്. അധികാരികൾ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചുമോനൂടെ പട്ടാളത്തിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് കൂടി ഇരിക്കുന്നുണ്ട്. അവരെ കാണുമ്പോ നമ്മള് അപമാനത്തിന് തലവന്നിക്കണം. കാരണം എത്ര വയസ്സായി? 4 വയസ്സായി അവൻ ഈ ഡ്രസ് ഇട്ടിട്ട് വന്നിരുന്നത് അവിടെ സല്യൂട്ട് ചെയ്തിട്ട്. അവന്റെ ഒരു സ്നേഹവും ദേശബോധവും. ബാക്കിലേക്ക് NCC കടത്തിയുള്ള ഭാവിയിലെ ആർമി ട്രെയിനിങ് ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് NCCക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് യൂണിഫോം ഇടാനായിട്ട് സാധിച്ചിട്ട് നമ്മൾ ഷോക്ക് കാണിച്ചിട്ട് നടക്കേണ്ട പരിപാടിയായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് ചില സാങ്കേതികത്വവും പ്രശ്നങ്ങളൊക്കെ വന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വേദനയാണ്. 3 കൊല്ലം കൂടി ഉള്ളൂ. 1 കൊല്ലം കൂടി തരാം. ഒരു കുതിരയിലെ ജംസിന്റെ കുതിരപ്പട്ടാളങ്ങൾ വരാമെന്നൊക്കെ കേണൽ തോമസ് പറഞ്ഞു. പക്ഷെ ഗുരുവായൂരുകാരന്റെ പാല മനസ്സിലാക്കി. അത് ഗുരുവായൂരുകാരന്റെ പാല. ഇതൊന്നുമില്ല. ഒരു സ്ഥലം തരാൻ വേണ്ടി കേണൽ തോമസ് സുബ്രഹ്മണ്യ സാറിന് അവസാനം പറഞ്ഞു. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. ഒരു സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട RD പരേഡിൽ പങ്കെടുക്കുന്ന കുതിരകള്, ജംസിനൊക്കെ പ്രാക്ടീസ് ചെയ്ത RMB മണ്ണുത്തിയിൽ RMBയിലെ കുതിരകള് നമ്മുടെ ഗുരുവായൂർ വന്ന് കളിക്കണം. അപ്പൊ അതിന് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് സർവീസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ കുതിരകള് ഡൽഹി റിപ്പബ്ലിക് പരേഡിൽ കൊണ്ടാടിയൊക്കെ കേരളത്തിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട് കേരളം സാർ അവന് കൊച്ചുമോന് പട്ടാളത്തിന്റെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി നൈസ്. Good.
നാളത്തെ ഭാവിത്തെ ഓഫീസർ